യാത്രാ വിവരണത്തിൽ യാത്ര എങ്ങനെ അനുഭവപ്പെട്ടു, യാത്രയുടെ ഗുണം, ദോഷം എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തണം. പാലക്കാടിൻ്റെ പറുദീസയിലേക്ക്. 2011 ജൂലൈ 18 ഞാനും എൻ്റെ അനിയനും അനിയത്തിയും ഉമ്മയും ഉപ്പയും കൂടി മലമ്പുഴയ്ക്ക് പോയി. ഏകദേശം 10 മണിയോട് കൂടി ഞങ്ങൾ മലമ്പുഴയിൽ എത്തിച്ചേർന്നു. വിടർന്നു നിൽക്കുന്ന പൂക്കളും കൂടുകളിലടച്ചിട്ട മൃഗങ്ങളും മനുഷ്യനെപ്പോലും വിഴുങ്ങുന്ന മലമ്പാമ്പുകളും ഡാമിൽ നിന്ന് താഴോട്ടൊലിച്ചിറങ്ങുന്ന വെള്ളച്ചാട്ടവും ഞങ്ങളുടെ മനസ്സ് കുളിർപ്പിച്ചു. വിവിധ തരം ഊഞ്ഞാലുകളിൽ നിന്ന് മണിക്കൂറുകളോളം ഊഞ്ഞാലാടിയത് മറക്കാനാവാത്ത അനുഭവമായിരുന്നു. ഒരു വലിയ മത്സ്യം വാ പിളർന്നു നിൽക്കുന്നത് അങ്ങ് ദൂരെ നിന്ന് ഞങ്ങൾ കണ്ടു. ആളുകൾ വരിവരിയായി അതിൻ്റെ വായിൽ കൂടി വയറ്റിനകത്തേക്ക് കയറിപ്പോകുന്നത് പേടിയോടെ ഞങ്ങൾ കണ്ടു നിന്നു. ഏതാനും സമയത്തിന് ശേഷം ഞങ്ങൾ നടന്ന് ആ മത്സ്യത്തിനടുത്തെത്തിയപ്പോഴാണ് അത് വെള്ളത്തിൽ നിർമ്മിച്ചിരിക്കുന്ന സിമൻറ്റിൻ്റെ മത്സ്യമാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഞങ്ങളും ധൈര്യസമേതം ആ മീനിൻ്റെ വയറ്റിലേക്ക് കടന്നു. അതിനുള്ളിൽ വിവിധ വലിപ്പത്തിലും നിറത്തിലുമുള്ള മത്സ്യങ്ങളെക്കൊണ്ട് നിറച്ചിരുന്നു. പുറത്തുള്ള കളിക്കോപ്പുകൾ വിൽക്കുന്ന കടയിൽ നിന്നും അച്ഛൻ എൻ്റെ അനിയന് ഒരു കാർ വാങ്ങിക്കൊടുത്തു. ഏകദേശം 5 മണിയോട് കൂടി യാത്ര കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി.